ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഗ്രന്ഥശാല പ്രവർത്തകൻ എന്ന നിലയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ റിട്ടയേർഡ് അധ്യാപകൻ എം ശിവശങ്കരൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. പെരിങ്ങോട് വീട്ടിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. 6 പതിറ്റാണ്ടിലേറെക്കാലം സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞുനിന്ന ശിവശങ്കരൻ കുറച്ചുകാലമായി എഴുത്തും വായനയുമായി കഴിയുകയായിരുന്നു. പെരിങ്ങോട് യൂത്ത് ലൈബ്രറി പ്രസിഡന്റ്, പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം, ഞാങ്ങാട്രി യുവകാഹളം ആർട്സ് ക്ലബിന്റെയും ജനകീയ വായനശാലയുടെയും പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സജീവമായിരുന്നു ശിവശങ്കരൻ. ശിവശങ്കരൻ മാഷ് ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയൊരു നേതൃത്വമായിരുന്നു സാംസ്കാരിക രംഗത്ത്. ഞാങ്ങാട്ടിലെ വായനശാല കെട്ടിപ്പടുക്കുന്നതിലും ഈ വളർച്ചയിലെത്തിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മുടെ തൃത്താല പട്ടാമ്പി ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബ്ബായിരുന്നു യുവകാഹളം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ആ യുവകാഹളം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ദീർഘകാലത്തെ നേതാവായിരുന്നു ശിവമാർ. ഒരു നല്ല ആസ്വാദകൻ, നല്ല വായനക്കാരൻ, നല്ല ഗായകൻ, കഥാപ്രസംഗകൻ തുടങ്ങിയ എല്ലാ നിലകളിലും സാംസ്കാരിക രംഗത്താകെ നിറഞ്ഞു നിന്ന ശിവശങ്കരൻ മാഷ് റിട്ടയർ ചെയ്തതിനു ശേഷം ഫോക്ലോറിൽ ഗവേഷണം നടത്തുകയും ആ ഫോക്ലോറിൽ പുസ്തകം ഇറക്കുകയും ചെയ്തു. അതിന് നമ്മുടെ ശങ്കരനാട അക്കാദമിയുടെ അവാർഡും നേടിയിട്ടുണ്ട്. സംഗീതജ്ഞൻ, കഥാപ്രാസംഗികൻ, നാടൻ കലാഗവേഷകൻ, ഗ്രന്ഥകാരൻ തുടങ്ങിയ രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ, അതുപോലെ തന്നെ നാടൻ കലകളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹം പല തലങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരാളായിരുന്നു. എനിക്ക് അദ്ദേഹമായിട്ടൊരു കഴിഞ്ഞ 10-15 വർഷത്തെയെങ്കിലും ബന്ധമുണ്ട്. എൻ്റെ കുടുംബത്തിലെ ബന്ധു കൂടിയാണ് അദ്ദേഹം. ആ നിലയിലുള്ള വീട്ടിലെല്ലാവരുമായിട്ടുള്ളൊരു അടുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഇങ്ങനെ ഒരു നിര്യാണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ വേദനയാണ്. വള്ളുവനാട്ടിലെ നാടൻ പാട്ടുകൾ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മികച്ച ഗവേഷക കൃതിക്കുള്ള കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരത്തിനും പുസ്തകം അർഹമായി. കുട്ടികൾക്ക് കുറെ നാടൻ പാട്ടുകൾ എന്ന പേരിൽ മറ്റൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള ഫോക്ലോർ അക്കാദമിയിൽ എക്സിക്യൂട്ടീവ് അംഗമായും 5 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. തവനൂർ, എടപ്പാൾ, കുമരനെല്ലൂർ, ചാത്തന്നൂർ, വട്ടേനാട് തുടങ്ങിയ സർക്കാർ സ്കൂളുകളിൽ ഭാഷാ അധ്യാപകനായിരുന്നു. വട്ടേനാട് ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ് വിരമിച്ചത്. ശിവശങ്കര മാഷോടുകൂടി ഒരു വലിയ കാലഘട്ടം അസ്തമിക്കുന്നത് പോലെ തോന്നുകയാണ്. എൻ്റെയൊക്കെ ഒരു കൗമാര യൗവന കാലങ്ങളിൽ ശിവശങ്കര മാഷായിരുന്നു ഇവിടുത്തെ സാംസ്കാരിക നേതൃത്വം വഹിച്ചിരുന്നത്. അദ്ദേഹം അക്കാലത്ത് കഥാപ്രസംഗകനാണ്, നല്ല ഗായകനാണ്, അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. എല്ലാ കലാരംഗങ്ങളിലും വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന പഴയ യുവാവായ ശിവശങ്കര മാഷ രൂപമാണ് എൻ്റെ മനസ്സിൽ. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.